പണിപ്പുരയിലേക്കുള്ള 4ാമത്തെ ടാസ്കും കഴിഞ്ഞിരിക്കുകയാണ്. ടാസ്ക് കഴിഞ്ഞ സമയത്ത് അക്ബർ അനീഷിന് നേരെ ഫിസിക്കൽ അസോൾട്ട് എന്ന് തന്നെ കരുതേണ്ട തരത്തിൽ ഒരു തലയണ എടുത്ത് എറിയുന്നുണ്ട്. അത് അത്രയും വെറുപ്പോടും ദേഷ്യത്തോടും കൂടി തന്നെയാണ് അക്ബർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഫിസിക്കൽ അസോൾട്ടായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ ധൈര്യശാലികളായിട്ടുള്ള 3 പേരെ ഈ ടാസ്കിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. എന്തും ചെയ്യാൻ ധൈര്യമുള്ള 3 പേരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇവർ ഓരോരുത്തരായിട്ട് വന്നിട്ട് 3 പേരുടെ പേര് പറയുന്നു. മെജോറിറ്റി വോട്ടുകൾ കിട്ടിയിട്ടുള്ളത് ആര്യനും അനീഷിനും ജിസേലിനുമാണ്. അങ്ങനെ ഇവർ 3 പേരുമാണ് ആക്ടിവിറ്റി ഏരിയയിൽ ടാസ്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ആക്ടിവിറ്റി ഏരിയയിൽ 3 കാർഡുകൾ വെച്ചിട്ടുണ്ട്. 1ാമത്തേതിൽ അനീഷാണ് നിൽക്കുന്നത്, 2ാമത്തേതിൽ ആര്യനും, 3ാമത്തേതിൽ ജിസേലുമാണ് നിൽക്കുന്നത്. 1ാമത്തെ കാർഡ് ആദ്യം വായിക്കാൻ പറയുന്നു. അപ്പോൾ അനീഷ് എടുത്ത് വായിക്കുന്നു. ഇപ്പോൾ മുതൽ ബിഗ് ബോസ് സീസൺ തീരുന്നത് വരെ മിണ്ടാൻ പാടില്ല. ഇൻവേർട്ടർ കോമ ഇപ്പോൾ മുതൽ എന്നതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പം മുതൽ അനീഷ് മിണ്ടുന്നില്ല. 2ാമത്തേത് ആര്യൻ്റെതാണ്. ആര്യൻ എടുത്ത് വായിക്കുമ്പോൾ തന്നിരിക്കുന്ന ജ്യൂസ് ഒറ്റയ്ക്ക് മുഴുവനായിട്ടും കുടിച്ചു തീർക്കുക എന്നുള്ളതാണ്. 3ാമത്തേത് ജിസേലിൻ്റെതാണ്. ജിസേലിന് കൊടുത്തിരിക്കുന്നത് തല മുണ്ടനം ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ബിഗ് ബോസ് ഇവരോട് പറയുന്നു, ഇത് 3-ൽ ആരൊക്കെ ചൂസ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നുള്ളത്. ഇപ്പോൾ അനീഷിന് കൊടുത്തിരുന്ന ടാസ്ക് ലെറ്ററിൽ ടാസ്ക് തുടങ്ങിയതിന് ശേഷം മുതൽ സീസൺ അവസാനിക്കുന്നത് വരെ മിണ്ടാൻ പാടില്ല എന്നുള്ളതായിരുന്നെങ്കിൽ അങ്ങനെ മനസ്സിലാക്കായിരുന്നു. കാരണം ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള സമയമുണ്ട്, അതിനുശേഷമാണ് ടാസ്ക് തുടങ്ങുക എന്നൊക്കെ മനസ്സിലാക്കായിരുന്നു. ഇപ്പോൾ മുതൽ എന്ന് പറഞ്ഞാൽ ആ ടാസ്ക് ലെറ്റർ വായിക്കുന്നിടം മുതൽ എന്നുള്ളതാണ് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ നിമിഷം മുതൽ അനീഷ് മിണ്ടാതെ നിൽക്കുന്നു. ബാക്കി 2 പേരുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അവർക്ക് 2 പേർക്കുമാണ് എന്ത് വേണം എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക, എന്താണെങ്കിലും ചെയ്യാം. ഇതിൽ ഇവരെന്താണ് മനസ്സിലാക്കിയിട്ടിരിക്കുന്നത് എന്നുള്ളത്, ഇതിന് മുമ്പ് കൊടുത്തിരിക്കുന്ന ടാസ്കിൽ ത്യാഗം ചെയ്യുക, ത്യജിക്കുക, എന്തും ത്യജിക്കാനായിട്ട് തയ്യാറുള്ള ഒരാൾക്കാണ് ആ ടാസ്ക് കൊടുത്തിരുന്നത്. കഴിഞ്ഞ ടാസ്ക് അതിൽ ആദിലെ നൂറയും പോയിരുന്ന സമയത്ത് ഒന്നെങ്കിൽ വീട്ടിലേക്ക് വരണം, ഫാമിലി വീക്കിൽ വീട്ടുകാരെ വീട്ടിലേക്ക് വരണം എന്നുള്ളത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ 750 പോയിന്റ്സ് വേണമെന്നുള്ളത് ചൂസ് ചെയ്യാമെന്നാണ്. ഇവരെന്ത് ചെയ്തു, ഇമോഷൻസ് വെച്ചിട്ട് തന്നെ ചിന്തിച്ച് 750 പോയിന്റ്സ് വേണ്ട, ഫാമിലി വന്നാൽ മതി എന്നുള്ളത് ചൂസ് ചെയ്തു. എന്ത് പറ്റി ആ ടാസ്കിൻ്റെ അവസാനം? ബിഗ് ബോസ് തേച്ചു. ബിഗ് ബോസ് പറഞ്ഞു, എന്നോ വരാൻ പോകുന്ന ഫാമിലി വീക്കിനെ പറ്റിയിട്ട് ഇപ്പോഴേ നിങ്ങൾ എന്തിനാണ് ഈ 750 പോയിന്റ്സ് കളഞ്ഞത്? അന്ന് ആരൊക്കെ ഇവിടെ ഉണ്ടാവുമെന്ന് പോലും അറിയത്തില്ല. അപ്പം നിങ്ങൾക്കതിൽ പെശക് പറ്റി എന്നുള്ളത് ബിഗ് ബോസ് തന്നെ പറഞ്ഞു. കാരണം ഇതിന് മുമ്പ് പല ടാസ്കുകളിൽ ബിഗ് ബോസ് ഇതേപോലെ തന്നെ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞ വാക്ക് തന്നെ ബിഗ് ബോസ് നേരെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻസി മുതൽ ബിഗ് ബോസ് ഈ 7ന്റെ പണി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനീഷ് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ആ നിമിഷം മുതൽ മിണ്ടിയിട്ടില്ല. അപ്പോൾ ഇവർക്ക് തല മുണ്ടനം ചെയ്യുക. ഇവരെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആക്ച്വൽ എഴുതിയിരിക്കുന്ന വിഷയത്തിനെ അങ്ങ് ഉള്ളിലേക്ക് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തല മുണ്ടനം ചെയ്യുക. ഒരു കുഞ്ഞ് ഗ്ലാസ് ജ്യൂസാണ് ആര്യന് കൊടുത്തിരിക്കുന്നത്. അപ്പം തന്നെ അതിൻ്റെ ലോജിക്ക് എന്താണ്? ആ ഒരു ജ്യൂസ് കുടിച്ചിട്ട് ഞാൻ ധൈര്യം കാണിക്കേണ്ട, എന്താണ് അവിടെ കാണിക്കേണ്ടത് എന്നൊക്കെ ഉള്ളൊന്ന് ചിന്തിച്ചുകൂടെ? ആദ്യം ഇവർക്ക് കൊടുത്തിട്ടുള്ള ഈ ജ്യൂസും ജിസേലിന് കൊടുത്തിട്ടുള്ള ഈ പ്രോപ്പർട്ടിയൊക്കെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് തോന്നിയിട്ടാണെന്ന് തോന്നുന്നു. നിങ്ങൾ പ്രോപ്പർട്ടി എടുത്ത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ ഗ്ലാസ് ജ്യൂസാണ്. സത്യത്തിൽ അവിടെ ബിഗ് ബോസ് ചെയ്തിട്ടുള്ളത് ഇവരുടെ ധൈര്യം എന്നുള്ള ഇതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ഇവർ ധൈര്യം കാണിച്ചു കഴിഞ്ഞാൽ ആ ടാസ്കിൽ ജയിച്ചു. അല്ലാതെ ഇപ്പോൾ അനീഷ് സീസൺ മുഴുവനും മിണ്ടാതെ നടക്കണം എന്നുള്ളതാണോ? അങ്ങനെ ചെയ്യുന്നതാണോ ഇവർ? ആക്ച്വലി അങ്ങനെ ചെയ്യുന്നതാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു സീസൺ മുഴുവനും മിണ്ടാതെ ഒരു മത്സരാർത്ഥിനെ അവിടെ നിർത്തും എന്നുള്ളതാണോ? അതല്ല. നിങ്ങൾ ധൈര്യമായിട്ട് ആ ടാസ്ക് ഏറ്റെടുത്തു, നിങ്ങളുടെ ധൈര്യം തന്നെ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നുള്ളതാണോ? തൊട്ട് മുമ്പ് നടന്ന ടാസ്കിൽ ഇവരെ തേച്ച് വിട്ട കാര്യമെങ്കിൽ ഇവരത് ഓർക്കണ്ടേ? ആ ടാസ്കിൽ ത്യാഗം എന്നുള്ളതായിരുന്നെങ്കിൽ ഈ ടാസ്കിൽ ധൈര്യം എന്നുള്ളതാണ്. അനീഷിനെതിരെയാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ആര്യൻ പറഞ്ഞു, ഞാൻ തലമുണ്ടനം ചെയ്യില്ല, ഇവളൊരു പെണ്ണാണ്, ഇവളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കില്ല. അതുപോലെ തന്നെ ഞാൻ ഹിന്ദുവാണ്, എൻ്റെ അച്ഛൻ മരിച്ചാൽ മാത്രമാണ്, ഹിന്ദുക്കൾ അച്ഛൻ മരിച്ചാൽ മാത്രമാണ് തല മുണ്ടനം ചെയ്യുക, അതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വീട്ടുകാരെല്ലാം കൂടെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് ബിഗ് ബോസ് വിളിപ്പിച്ചു. അപ്പോഴും വീട്ടുകാരെല്ലാവരും കൂടി ആദ്യം ആര്യൻ്റെ അടുത്ത് പറഞ്ഞു, നീ വലിയ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് വന്നതല്ലേ, അപ്പം നീ ഇത് ഏറ്റെടുക്കണം, നീ മുട്ടയടിക്കണം എന്നുള്ളത്. അപ്പോൾ ആര്യന് പറ്റത്തില്ല. ഈ ആര്യനും ജിസേലും പറയുന്നത് അനീഷ് മുട്ടയടിക്കണം എന്നുള്ളതാണ്. ഇനി ഇവരെടുത്തിരിക്കുന്ന ആക്ച്വൽ ഇതിൽ തന്നെ എടുത്തു എന്ന് വയ്ക്കട്ടെ, തല മുണ്ടനം ചെയ്യേണ്ടി വരും എന്നുള്ളത് തന്നെ ഇരിക്കട്ടെ, അനീഷ് ഈ സീസൺ തീരണത് വരെ മിണ്ടാതെ ഇരിക്കേണ്ടി വരും എന്നുള്ളത് ഇരിക്കട്ടെ. ഇവർ രണ്ടുപേരും കൂടി ചെയ്യുന്നത് എന്താണ്? ജിസേലിന് ആര്യൻ മുട്ട അടിക്കണ്ട, ആര്യന് ജിസേലിന് മുട്ട അടിക്കണ്ട, പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അനീഷ് മുട്ട അടിച്ചു കഴിഞ്ഞാൽ കൊള്ളാം.
ഇവർ രണ്ടുപേരും കൂടി എന്നിട്ട് പ്ലേ ചെയ്തിട്ട് അനീഷിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ടാസ്ക് കഴിഞ്ഞപ്പോൾ ശരിക്കും എക്സ്പോസ്ഡ് ആയിട്ടുള്ളത് ആര്യനാണ്. പിന്നെ ഈ ആര്യനും ജിസേലും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്. എന്നിട്ട് ഈ ആര്യൻ കുറ്റം മുഴുവനും പറയുന്നത് ആരെയാണ്? അനീഷിനെയാണ്. ആര്യൻ്റെ കാര്യം വരുമ്പോൾ ആര്യൻ പറയുന്നത് ഈ 1000 പോയിന്റ്സിന് വേണ്ടിയിട്ട് തല മുണ്ടനം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. എന്നിട്ട് അവരുടെ അടുത്ത് ഓപ്ഷൻസ് വെക്കുകയാണ്. എന്താണ്, എന്നെ എവിക്റ്റ് ചെയ്യരുത്, നോമിനേഷനിലേക്ക് ഇടരുത്, എന്ത് ടാസ്ക് വന്നാലും എന്നെ തന്നെ ചൂസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് ഇത് വെക്കുക, ഈ മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത്. അപ്പോൾ അവരാരും അതിനോട് യോജിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തല മുണ്ടനം ചെയ്യാന്നുള്ളതാണ് ആര്യൻ പറയുന്നത്. എന്നിട്ട് അവസാനം ഇതെല്ലാം അനീഷിൻ്റെ കുറ്റാക്കി എടുത്തു. ഈ ടാസ്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലിവിംഗ് റൂമിൽ വന്ന സമയത്ത് അനീഷ് ജസ്റ്റ് പറയാൻ, ആ ടാസ്ക് ലെറ്ററിൽ ഇത് ഉണ്ട് എന്ന് പറയാൻ തുടങ്ങിയ പാടെ അഭിഷേക്, ശരത്ത്, അക്ബറൊക്കെ കൂടെ ചെന്നിട്ട് അറ്റാക്ക് ചെയ്യാണ്, ലിറ്ററലി അറ്റാക്ക് ചെയ്യാണ് പിന്നെ അനീഷിനെ. അയാളുടെ നേരെ ഇത് വലിച്ചെറിയുക, അത്രയും ദേഷ്യത്തിലും വെറുപ്പിലും വലിച്ചെറിയുക. ശരിക്കും അതിനെ ഫിസിക്കൽ അസോൾട്ട് എന്ന് തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. നേരെ മറിച്ച് വേറെ എന്തെങ്കിലും കാര്യം വെച്ചിട്ടാണ് അറിഞ്ഞെന്നുണ്ടെങ്കിലോ അത് വീക്കെൻഡിൽ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യുന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു ടാസ്ക് കൊടുക്കുമ്പോഴത്തേക്കിനും അതിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ അത് കറക്റ്റായിട്ട് ചെയ്തവരെ ചീത്ത വിളിക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ പരിപാടി. ഇപ്പോൾ ബിഗ് ബോസ് ഇതുപോലെയൊന്നും ഇവരെ ചീറ്റ് ചെയ്യാത്ത ഒരാളായിരുന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നത് ശരിയാണ്. ഇവർ പറയുന്ന ന്യായം ബിഗ് ബോസ് 2-3 തവണ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞില്ലേ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആ ടാസ്ക് ലെറ്ററിലും എഴുതി വെച്ചിട്ടില്ലേ ഇപ്പോൾ മുതൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്. അതിവർ പക്ഷെ ഇവർ മനസ്സിലാക്കുന്നില്ല. പകരം പലതവണ ചീറ്റ് ചെയ്തിട്ടുള്ള ബിഗ് ബോസിനെയാണ് ഇവർ വിശ്വസിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് അനീഷാണ് ആ ടാസ്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്തതെന്നുള്ളതാണ്. അതേപോലെ ശരിക്കും ഇവരോട് മുടിമുറിക്കാനോ ഈ സീസൺ ഉള്ള കാലം മുഴുവനും അനീഷിൻ്റെ അടുത്ത് മിണ്ടാതിരിക്കാനോ പറയുകയല്ല, മറിച്ച് അവരുടെ ധൈര്യത്തിനെ ചോദ്യം ചെയ്തു. ധൈര്യത്തോടെ അവരത് ഏറ്റെടുത്തിരുന്നുണ്ടെങ്കിൽ ആ ധൈര്യത്തിന് അവർക്ക് ആ മാർക്ക് കിട്ടിയേനെ എന്നുള്ളതാണ്, ആ പോയിന്റ്സ് കിട്ടിയേനെ എന്നുള്ളതാണ്. കഴിഞ്ഞ ടാസ്കിൽ ത്യാഗത്തിനെ എങ്ങനെയാണോ ചോദ്യം ചെയ്തത് അതേപോലെ തന്നെ